പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ഫാർമസിസ്റ്റുകൾ ഇല്ലാതെ ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുക്കം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് സമരം സംഘടിപ്പിച്ചത്. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ഫാർമസിസ്റ്റുകളില്ലാതെ ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുക്കം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായായിരുന്നു സമരം. ദേശീയതലത്തിൽ ഔഷധ വിതരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ്, ഫാർമസി ആക്ട്, ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ തുടങ്ങിയ നിയമങ്ങൾ നിലവിലുള്ളപ്പോൾ പൊതുജനാരോഗ്യത്തെ ദോഷമായി ബാധിക്കുന്ന നിയമവിരുദ്ധമായ നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാണ് അസോസിയേഷൻ്റെ ആവശ്യം. സമരം KPPA സംസ്ഥാന സെക്രട്ടറി N. സിനീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഔഷധ വിതരണവും സംഭരണവും എല്ലാം നിയന്ത്രിക്കുന്നത് ഫാർമസി ആക്റ്റും ഫാർമസി ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്റ്റും അനുസരിച്ചാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ അധിനിവേശ ശക്തികൾ ഇവിടെ ഉണ്ടാക്കിയ നിയമമാണ്. ലോകത്തുള്ള രാജ്യങ്ങൾ മുഴുവൻ ആ ഒരു രീതിയിൽ അന്നു മുതൽ തന്നെ ഔഷധ മേഖലയ്ക്കും മരുന്നിൻ്റെ വിതരണത്തിനും സംഭരണത്തിനും അത്രയും പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സംവിധാനത്തിനെയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് തച്ചുടയ്ക്കുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മളെ രാജ്യത്തിനെ എത്രത്തോളം ഇത് പിന്നോട്ടാണ് വലിക്കുന്നതെന്നുള്ളതാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഫാർമസിസ്റ്റുകൾ മരുന്ന്, അതായത് മെഡിക്കൽ ഷോപ്പിലായാലും ക്ലിനിക്കിലായാലും എവിടെയായാലും ഫാർമസിസ്റ്റ് മാത്രമേ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. ആ സ്ഥാനത്ത് ആ രീതിയേക്ക് ഉയർത്തേണ്ടതിന് പകരം നമ്മുടെ രാജ്യത്തെ വർഷങ്ങൾക്ക് യുഗങ്ങൾക്ക് പിന്നോട്ട് കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ഏരിയ പ്രസിഡന്റ് രജിൻ K. പോൾ അധ്യക്ഷനായി. KPPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. പ്രവീൺ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അരുണദാസ്, മുക്കം ഏരിയ സെക്രട്ടറി K. അഫീഫ, N. പ്രജന, പ്രശാന്ത് തുടങ്ങിയവർ സമരത്തിൽ സംബന്ധിച്ചു. മുക്കം ആലിൻചുവട്ടിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് സജി ആന്റണി, സജീന്ദ്രൻ, അദ്ദീന തസ്നീം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.